മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു പ്രചാരണ സന്നാഹം പ്രതിപക്ഷത്തിൻ്റെ താല്പര്യത്തോടെ നിലനിൽക്കുന്നു. അതിൽ മാധ്യമങ്ങളുണ്ട്, പ്രതിപക്ഷമുണ്ട്, മറ്റ് പല സംഘടനകളുണ്ട് എന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് സർക്കാരിൻ്റെ ജെന്യുവിൻ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ശബ്ദത്തിൽ നിങ്ങളും വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ കാര്യങ്ങളെ ഡീവിയേറ്റ് ചെയ്യുന്നില്ലേ ശ്രീ MP രാജേഷ്? നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറയാനാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതോ പ്രതിപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക? സമീപകാലത്തൊക്കെ നരേന്ദ്രമോദി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷം വന്നാൽ ഇങ്ങനെ സംഭവിക്കും, പ്രതിപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവരുടെ വിശ്വാസ്യതയെ, ട്രസ്റ്റിനെ ഇല്ലാതാക്കുക, അവരുടെ മൊറയിൽ തകർക്കുക പോലുള്ള പരിപാടികൾ ഊന്നൽ കൊടുക്കുമ്പോൾ സത്യത്തിൽ ആകെ കാലുഷ്യം നിറഞ്ഞതാവുകയാണ് നമ്മുടെ പ്രചാരണ അന്തരീക്ഷം. അവിടെയല്ലേ ഇത് മുങ്ങിപ്പോകുന്നത്? നിങ്ങളല്ലേ സത്യത്തിൽ നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മറ്റു പരിപാടികൾ നിർത്തിയിട്ട്? ഞങ്ങളാണ് ഞങ്ങളുടെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അത് തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നേട്ടങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ, മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ നോക്കൂ, നിങ്ങളൊരു വരി കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 4 കൊല്ലം നടന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു വരി കൊടുക്കാതിരുന്ന, ഒരു വാർത്ത കൊടുക്കാതിരുന്ന മാധ്യമങ്ങൾ കേരളം ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിൻ്റെ തലേ ദിവസം ഞെട്ടി ഉണർന്നിട്ടെന്ന പോലെ ഇന്നലെ തീരുമാനിച്ച് നാളെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് എന്ന മട്ടിൽ നിങ്ങൾ അതിനെതിരായിട്ട് വാർത്ത കൊടുത്തിട്ടുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. 4 കൊല്ലമായിട്ട് ലക്ഷക്കണക്കിന് ആൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അന്ന് നിങ്ങൾ ഉറക്കം നടിക്കുകയും അത് ജനങ്ങൾ അറിയാതിരിക്കാൻ ജാഗ്രത കാണിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം എപ്പോൾ നടന്നു, ആര് നടന്നു എന്ന മട്ടിൽ വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ 6,547,000 പേരുമായിട്ട് കരാർ വെച്ചു. 4,81,000 പേർക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫ് ഭവന പദ്ധതിക്ക് കൊടുക്കുന്നത് കേരളമാണ്. ഇത് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നേ വരെ നിങ്ങളാരും അതിനെ പറ്റിയിട്ടൊരു വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മീഡിയ വൺ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത എന്തായിരുന്നു? PMAY അർബൻ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാത്തത് കൊണ്ട് കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതി ആകെ അവതാളത്തിൽ. ഇതേ നിങ്ങളായിരുന്നു PM ശ്രീയുടെ പേരിൽ ഞങ്ങളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാവുന്നത്. എന്താ PMAY അർബനിലെ പ്രശ്നം? കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കം നിൽക്കുന്നുണ്ട്. തർക്കത്തിന്റെ കാര്യം എന്താണ്? നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള ബ്രാൻഡിംഗ് വേണം, എന്നാലേ പണം തരൂ എന്ന് കേന്ദ്രം നിഷ്കർഷിക്കുന്നു. കേരളം ഒരു നിലപാടെടുത്തു, വ്യക്തിഗതമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ബ്രാൻഡിംഗ് പറ്റില്ല, വീട്ടിൽ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല, അത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കും. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതി. ഞാൻ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് സംസാരിച്ചു. ബാക്കി കാര്യങ്ങളിൽ ബ്രാൻഡിംഗ് ആവട്ടെ, അതുപോലെയല്ല വ്യക്തിഗതമായി ഒരു ഗുണഭോക്താവിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വീടിന്റെ മുമ്പിൽ ഒരു ചിത്രവും ഒരു ലേബലും എഴുതി ഒട്ടിക്കുന്നത്. ആ തർക്കം പരിഹരിച്ചിട്ടില്ല. ഇവിടെ അവർ കൊടുക്കുന്നത് 1.5 നമ്മൾ 4 ലക്ഷം കൊടുക്കുന്നുണ്ടേ. ആളുകളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ വെറും 1.5 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരുടെ കൂടെയാണ് നിന്നത്? നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മോദിയുടെ കൂടെയാണ് നിന്നത്. മനസ്സിലായില്ലേ? PMAYയിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കുന്ന വീട്ടിൽ നരേന്ദ്രമോദിയുടെ പദ്ധതിയുടെ പേരെഴുതി വെക്കാൻ പറ്റില്ല എന്ന് സർക്കാരിന്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. അത് നിശ്ചയമായും അത് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്ന്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പൊ അതിനകത്ത് വാർത്തയിലെ മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്, അത് ഭരണഘടനാപരമായി ബന്ധപ്പെട്ടതാണ്. അതിലെ വാർത്തയിലെ കൺസ്ട്രക്ഷൻ താങ്കൾക്ക് വിമർശനം ഉന്നയിക്കാവുന്നതാണ്. എൻ്റെ ചോദ്യം, അപ്പോൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്ന നോംസിനോട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന വിശാലമായ സമീപനമാണോ, അതോ PMAYയിൽ ഭിത്തിയിൽ പേരൊട്ടിക്കുന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ, മറ്റു പല നോംസിനോടും ഞങ്ങൾക്ക് വിശാലമായ സമീപനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെച്ചു, അങ്ങനെ അങ്ങനെ 2 തരത്തിലാണോ ഇതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊക്കെ നിലപാടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെയെല്ലാം സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടിനെ മുഴുവൻ ഔദാര്യമായിട്ടും കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനെ മുഴുവൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ PM ശ്രീയുടെ കാര്യത്തിൽ എന്താ, 1,500-1,600 കോടി കേരളത്തിന് കിട്ടാതെ വന്നാൽ കേരളം ബുദ്ധിമുട്ടിലാകുമായിരുന്നു എന്ന വസ്തുത ഞങ്ങൾ കണക്കിലെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതേസമയം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടില്ല. ഇപ്പോൾ
ചരിത്രം വളച്ചൊടിക്കുന്ന സിലബസ് വന്നു. കേരളം നടപ്പാക്കിയോ? നിങ്ങളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ? ഭഗത് സിംഗിന്റെ പേര് വെട്ടാൻ തീരുമാനിച്ചു. കേരളം നടപ്പാക്കിയോ? നടപ്പാക്കിയിട്ടില്ലല്ലോ. സവർക്കറെ കുറിച്ച് പഠിപ്പിക്കാൻ കേരളം തയ്യാറായോ? തയ്യാറായിട്ടില്ല. എന്തെല്ലാമാണോ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിയത് അത് മുഴുവൻ ഉൾപ്പെടുത്തി പഠിപ്പിച്ച ഒരൊറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. അത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന കേരളമാണ് എന്ന കാര്യം നിങ്ങൾ മറച്ചുവെച്ചാലും യാഥാർത്ഥ്യമാണ്. അതാണ് നിലപാട് എന്ന് പറയുന്നത്. അതല്ലാതെ ഫണ്ട് തരണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ സൗകര്യമില്ല. അത് തെളിയിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. അത് തെളിയിച്ചൊരു ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പില്ലേ കേരളത്തിലുള്ളത്?